ബിഗ് ബോസ് പോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഒരു അവസരം കിട്ടുമ്പോൾ ആ ഒരു കളി എന്താണെന്ന് അറിയാതെ ബിഗ് ബോസ് ഹൗസിൽ കയറി ചെല്ലുന്ന കണ്ടസ്റ്റൻസ് അതിപ്പോൾ കയറി ചെല്ലുന്നതിന് മുമ്പ് എത്രത്തോളം ഫാൻസും എത്രത്തോളം സപ്പോർട്ടേഴ്സും ഉള്ള വ്യക്തികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എട്ടിന്റെ പണി ഉറപ്പായിട്ടും കിട്ടും. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അനുമോളിന്റെ ഒരു കിറ്റ് കാണാതെ പോയത് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം. അനുമോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ മോശമാണ്. അനുമോളെ ഒരുപാട് പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പേഴ്സണലി നോക്കുന്ന സമയത്ത് അനുമോള് ഭയങ്കരമായിട്ട് എല്ലാ കളികളും ബിഗ് ബോസ് ഹൗസിൽ വരുന്ന പല കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുത്തിട്ടാണ് പല പല ആളുകളോടും പല പല കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ അനുമോളുടെ ഒരു കിറ്റ് കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ പൊല്ലാപ്പ്, രാവിലെ തുടങ്ങിയ അടി ഇതുവരെയും അവസാനിച്ചിട്ടില്ല. നമ്മുടെ ആര്യനെ എന്തൊക്കെയാണ് പറയുന്നത്, ആര്യനും അതുപോലെ തന്നെ അനുമോളെ നല്ല രീതിയിൽ തന്നെ ഇട്ട് കുത്തുന്നുണ്ട്. അനുമോളെ കുത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ആര്യനിട്ട് നല്ല പോലെ ഇട്ട് കുത്തുന്നുണ്ട്, അത് വേറെ കാര്യം. എന്തൊക്കെയാണെങ്കിലും അനുമോള് വായത്തൂന്നിയതൊക്കെ വിളിച്ചു പറയാണ്, എടാ പെണ്ണാളാ പെൺകോന്താ, എടാ എന്തൊക്കെയാ പറയുന്നത്, നീ നിന്റെ പ്രായത്തിനേക്കാളും മൂത്ത ആന്റിമാരെ സ്നേഹിക്കുന്നവനല്ലടാ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഒരുപാട് എന്താണ് അനുമോള് പറയുന്നത്. എന്താന്ന് അനുമോൾക്ക് തന്നെ യാതൊരു ഇതുമില്ല. പെൺകോന്താ പെണ്ണാളാ കോഴി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആര്യനെ ഒരേ പൊളിക്കലാണ് ഇട്ടുണ്ട്. ആര്യനും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഇട്ട് കുത്തുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോഴത്തേക്കാണെങ്കിലും അനുമോള് ഈ ഒരു ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം കിട്ടിയപ്പോൾ എന്താണ് ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ ചെന്ന് കയറി കൊടുത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു 2-3 വീക്സ് ഒക്കെ മാക്സിമം ബിഗ് ബോസ് ഹൗസിൽ പുറത്ത് സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അത്രയും നാൾ അനുമോൾ അടിപൊളിയായിട്ട് പിടിച്ചു നിന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു 4ാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അനുമോളുടെ റിലേ ഒക്കെ കുറച്ച് പാറി പറന്നിട്ടുണ്ട്. ഇതിപ്പോ കുറെ എന്താണ് ഇനിയിപ്പോ വായത്തൂന്നിതൊക്കെ വിളിച്ചു പറഞ്ഞ് അനുമോൾക്കുള്ള സപ്പോർട്ടേഴ്സ് ഒക്കെ പോകുന്നൊരു രീതിയിലേക്ക് ഇത് ചെന്നെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മാന്യത ഉള്ളൊരു ഗെയിം അല്ല അവിടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആരും. അനുമോള് മാത്രമൊന്നുമല്ല, അവിടെ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കണതും കണ്ടന്റ് കൊടുക്കണതായിട്ട് ആരുമില്ല. നിങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു സീസൺ തന്നെ കണ്ടന്റ് കൊടുക്കുന്നതായിട്ട് ആരെ നമുക്ക് എടുത്തു പറയാൻ പറ്റും? അനീഷ് എന്തെങ്കിലും ഒരു ചെറിയൊരു കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഇടക്കിടക്ക്. പിന്നെ നൂറ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം അത് നമുക്ക് ഇടക്കിടക്ക് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അല്ലാതെ ഇതിന് മുൻ സീസണുകളിൽ ഭയങ്കരമായിട്ടുള്ള കണ്ടന്റ് കൊടുത്ത പോലെ നമ്മുടെ അഖിൽ മാരാറിനെ പോലെ, ഡോക്ടർ റോബിനെ പോലെ, ഡോക്ടർ രജിത് കുമാറിനെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ ജാഫറിനെ പോലെ അങ്ങനെയുള്ള കണ്ടന്റുകളൊന്നും കൊടുക്കുന്ന ആരുമില്ല ഈ ഒരു സീസണിൽ. സീസൺ ഫുള്ള് ചത്ത അവസ്ഥയാണ്. പിന്നെ ഇടക്കിടക്ക് പൊങ്ങി വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ ഈ ഒരു സീസണിൽ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് കൂടി ആ ഒരു രീതിയിലേക്ക് താന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അനുമോളുടെ അവസ്ഥ ഇപ്പം അതാണ്. ഫസ്റ്റ് ഒരു 3 ആഴ്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കോണ്ടന്റുകൾ കൊടുത്ത വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരു കണ്ടസ്റ്റന്റ്, പിന്നീട് വന്നിട്ട് ഇങ്ങനെ ഒരു മോശം രീതിയിലേക്ക് മാറുന്ന സമയത്ത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അനുമോള് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ഈ ഒരു സമയത്ത്. പിന്നെ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ പറ്റിയ ഒരു സ്ഥലവുമല്ല ബിഗ് ബോസ്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തനിക്ക് ഒരുപാട് ഫാൻസും ഒരുപാട് സപ്പോർട്ടേഴ്സിനെ കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നത് വെറും വിഡ്ഢിത്തം തന്നെയാണ്. ആര്യനെ ഇന്ന് ആന്റി ലവർ, പെൺകോന്തൻ, പെണ്ണാളൻ, എന്താണ് കോഴി അങ്ങനെയൊക്കെ വിളിക്കാം. സാഹചര്യത്തിനൊത്ത് നമുക്ക് വിളിക്കാൻ പറ്റും. അല്ലാണ്ട് വായ തോന്നിയ സമയത്തൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ പലതും വിളിച്ചു പറയുന്നത് ബിഗ് ബോസിന് ചേർന്നൊരു ഗെയിമൊന്നും അല്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്